ഹായ്, അപ്പോൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി പോകുന്നത്. എന്താണത്? ട്രാൻസ്ഫോമറെ കുറിച്ചാണ്. രണ്ട് ടൈപ്സ് ആണ് ട്രാൻസ്ഫോമറിൽ. ഏതൊക്കെയാണ് രണ്ട് ടൈപ്സ്? ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും മറ്റൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഉള്ളത്. ഈ രണ്ട് ട്രാൻസ്ഫോമറിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ട്രാൻസ്ഫോമർ നമുക്ക് നോക്കാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതൊരു ട്രാൻസ്ഫോമർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഒന്നാമത്തെ ട്രാൻസ്ഫോമറിലെ ചുറ്റുകളുടെ വണ്ണം എന്താ, ടേൺസിന്റെ തിക്നെസ് എന്താണ്, കൂടുതലാണ്. അതേപോലെ അതിന്റെ സെക്കൻഡറിയിലാണെങ്കിലോ ഇത് ഈ ഭാഗം പ്രൈമറിന്നും ഈ ഭാഗം സെക്കൻഡറി എന്നാണ് പറയാ. അപ്പൊ പ്രൈമറിയിൽ ചുറ്റുകളുടെ വണ്ണം കൂടുതലും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ വണ്ണം കുറവുമാണ്. ഓക്കെ, അതേപോലെ ചുറ്റുകളുടെ എണ്ണമാണെങ്കിലോ, നമ്പർ ഓഫ് ടേൺസോ, ഇവിടെ ചുറ്റുകളുടെ എണ്ണം കുറവാണ്, ഇവിടെ എണ്ണം കൂടുതലാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ വോൾട്ടേജ് കുറവും ഇവിടെ വോൾട്ടേജ് കൂടുതലും. അപ്പൊ ഇവിടെ വോൾട്ടേജ് കുറവ്, പ്രൈമറിയിൽ വോൾട്ടേജ് കുറവും സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലുമാണ്. അതേ സമയത്ത് നമുക്ക് എന്ത് പറയാം, കറണ്ട് പ്രൈമറിയിൽ കറണ്ട് കൂടുതലും സെക്കൻഡറിയിൽ അതേപോലെ കറണ്ട് കുറവുമായിരിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാം, വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവ്, കറണ്ട് കൂടുതലാണെങ്കിൽ വോൾട്ടേജ് കുറവ്. അതുപോലെ ചുറ്റുകളുടെ വണ്ണം കൂടുതലാണെങ്കിൽ അത് എവിടെയായിരിക്കണം, അത് പ്രൈമറിയിലായിരിക്കണം. അതേപോലെ എണ്ണമാണ് കൂടുതലല്ലെങ്കിൽ അത് എവിടെയായിരിക്കണം, സെക്കൻഡറിയിലായിരിക്കണം. ഇനി ഇതേപോലെ നമുക്ക് നോക്കാം, ഇതേപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതിന്റെ എന്താണോ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പറഞ്ഞത് അത് നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. അതായത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രൈമറിയിൽ ചുറ്റുകളുടെ വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയോ ചുറ്റുകളുടെ വണ്ണം പ്രൈമറിയിൽ കുറവാണ്, സെക്കൻഡറിയിൽ ചുറ്റുകളുടെ വണ്ണം കുറവാണ്, ഇവിടെയോ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ വണ്ണം കൂടുതലാണ്. അതേപോലെ തന്നെ എണ്ണവും, ഇവിടെ പ്രൈമറിയിലെ എണ്ണം കൂടുതലും ഇവിടെ സെക്കൻഡറിയിലെ എണ്ണം കുറവും. അതേപോലെ തന്നെ ഇവിടെ എന്താ ഉള്ളത്, വോൾട്ടേജ് കുറവാണുള്ളത് പ്രൈമറിയിൽ, ഇവിടെ വോൾട്ടേജ് പ്രൈമറിയിൽ കൂടുതലായിരിക്കും, ഇവിടെ സെക്കൻഡറിയിൽ വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. ഡൗൺ ചെയ്യാണ് അല്ലെ, വോൾട്ടേജ് കുറക്കാനുള്ള സാധനമാണ് നമ്മൾ ട്രാൻസ്ഫോമർ അല്ലെ. അപ്പൊ ഇവിടെ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവായിരിക്കും, കറണ്ടോ ഇവിടെ കറണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും, ഇവിടെ കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ട്രാൻസ്ഫോമറിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു സാധനം ഓർത്ത് വെച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേതുണ്ടാവുക. അപ്പം നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും നിർബന്ധമായി അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാതെ എക്സാമിന് ഒരു കാരണവശാലും പോകരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.